മാന്ത്രിക്ക് നമസ്കാരം. നമ്മളിപ്പോൾ ചെന്നൈ എക്സ്പ്രസിന്റെ ലൊക്കേഷനിലാണ്, അങ്ങ് റാമോജി ഫിലിം സിറ്റിയിൽ. മതി 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 മതി. അവിടെ ചെന്നപ്പോൾ ഞാൻ ഞെട്ടി. ഒരു പിഞ്ചു കുഞ്ഞിനെ തിരിച്ചറിഞ്ഞു. എന്നെ കണ്ടത് നാഫി ടോക്കി അല്ലേ എന്ന് പറഞ്ഞ് ടാറ്റയും ഉമ്മയും ഒക്കെ തന്നു. എന്തല്ലേ. പിന്നെ നമ്മൾ പോയത് അവിടെ ചെന്നപ്പോൾ ബാഹുബലിയുടെ ആത്മാവ് എന്നെ ചുറ്റിപ്പറ്റി അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ പിള്ളേർ പിന്നെ എവിടെ പോയാലും വെകിളിക്കളിയാണ്, മൈൻഡ് ചെയ്യണ്ട. പിന്നെ അങ്ങോട്ട് കയറുമ്പോൾ നമ്മൾ ബാഹുബലിയുടെ കാലഘട്ടത്തിൽ ജീവിച്ച ആരും ഒക്കെ ആണെന്ന് ഇങ്ങനെ തോന്നും. അങ്ങനെ തോന്നും, അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല, അങ്ങനെ തോന്നി. എൻ്റെ തൊട്ടിപ്പുറത്ത് നടന്ന ഉറ്റ സുഹൃത്ത് നാഫിദോ അവിടെ വെച്ചാണ് നമ്മുടെ കട്ടപ്പ ബാഹുബലിക്ക് ചോറ് വാരി കൊടുത്തത്, അവിടെ വെച്ചാണ് ബാഹുബലിയുടെ പട്ടാഭിഷേകം നടന്നത്. എന്താ നമ്മൾ പടം കണ്ടിട്ടില്ലേ? അവൾ പറഞ്ഞിട്ട് വേണോ എനിക്കിതൊക്കെ അറിയാൻ. അവിടെ എന്തൊക്കെയാണ് ഈ പടച്ച് വെച്ചിരിക്കുന്നത്? പക്ഷേ എല്ലാം തെർമോക്കോളാണ്. ശരിക്കുള്ള ബാഹുബലി പ്രഭാസ് ആണെങ്കിലും ഞങ്ങൾക്കെല്ലാവർക്കും ബാഹുബലി ഞങ്ങളുടെ പ്രിൻസിപ്പൽ സാർ തന്നെയാണ്. ബട്ട് ഞാൻ പൽവാൽ ദേവന്റെ ഫാനാട്ടോ. അതുകൊണ്ടാണ് ഞാൻ കാട്ടുപോത്തിനോട് മല്ലു പിടിക്കുന്നത്. സത്യത്തിൽ പൽവാൽ ദേവന്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു നോക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. സ്വന്തം അമ്മ പോലും മൈൻഡ് ചെയ്യുന്നില്ല. ആർക്കായാലും പൊസസീവ് അടിക്കും. ഇത് പൽവാൽ ദേവന്റെ കാല്, ഇത് പൽവാൽ ദേവന്റെ തല. പിന്നെ നമ്മൾ റാമോജിയിലുള്ള ഒരു ഷോപ്പിംഗ് സെന്ററിൽ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നമ്മൾ തിരിച്ച് ബസ്സിൽ കയറിയപ്പോൾ എല്ലാവരും വാസ് ലൈക്ക് ഹായ് ആട്ടുമ്പ. നിങ്ങളാരും മൈൻഡ് ചെയ്യേണ്ട, ഈ പെണ്ണുങ്ങൾ ക്യൂട്ട്നെസ് ഇടുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാനും ഉണ്ട്. ഇത്രയും ആടിനെയും കൂടെ അങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ ആരായാലും അങ്ങനെയൊക്കെ പറയും. അടുത്ത ലൊക്കേഷൻ ഏതാണെന്ന് ഞാൻ പറയില്ല, അത് നിങ്ങൾ പറയണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നാഫി ടോക്കി ഫോളോ ചെയ്തിട്ട് പോവാം. ഓക്കെ, ബൈ.